Hello, good evening. SSCGL 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ SSCGLന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് പോസ്റ്റ് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ഏജസ്, നമുക്ക് ഓരോ പോസ്റ്റിനും ഓരോ ഏജ് കാണുമല്ലോ, ഏജ് എന്താണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഫോം ഫില്ലപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ, അതായത് നമ്മുടെ CGL 2024 പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്നും അതുപോലെ അതിൻ്റെ ഏജും ക്വാളിഫിക്കേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അത് പേ സ്കെയിലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ 7th പേ ലെവൽ വരുന്ന പോസ്റ്റുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തന്നെ കുറേ പ്രാവശ്യം കിടപ്പുണ്ട്, ഇല്ലയോ? അതുപോലെ ഇപ്പുറത്ത് നോക്കുമ്പോൾ വീണ്ടും അസിസ്റ്റന്റ് ആൻഡ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കിടപ്പുണ്ട്. അപ്പൊ എന്താണ് ഇത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, പിന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് വരുന്നുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന, അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്. അപ്പൊ അതെല്ലാമാണ് ഈ ഒരൊറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഗ്രൂപ്പ് B ലെവലാണ് ഈ വരുന്ന പോസ്റ്റുകളെല്ലാം. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ ഏജ് ആണ്. ചിലതിന് നമുക്ക് 18 to 30 ഇയേഴ്സ് വരുന്നുണ്ട്, അതുപോലെ 20 to 30 ഇയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് ഓരോന്നിനും ഓരോന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരേ ക്വാളിഫിക്കേഷൻ അകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ആപ്ലിക്കേഷൻ അകത്ത് പോകുന്ന സംഭവങ്ങളാണ്. അപ്പൊ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും ഇത്രയുമാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ കാര്യം വരുന്നത്. ഇനി ഇതിനകത്ത് പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന അതായത് 7th പേ ലെവലിന് എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചാൽ CBDT. CBDTയിൽ വരുന്ന നമ്മുടെ ടാക്സ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അത് നമുക്ക് ഗ്രൂപ്പ് C ആണ്. 18 to 30 ഇയേഴ്സ് ആണ് അവിടുത്തെ ഒരു വയസ്സ് കാര്യങ്ങൾ വരിക. പിന്നെ CBICയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അത് നമ്മുടെ സെൻട്രൽ എക്സൈസിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രിവെന്റീവ് ഓഫീസർ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഓഫീസർ പറയാമല്ലോ, അപ്പൊ അതിൽ വരുന്ന ഇൻസ്പെക്ടർ വരുന്നുണ്ട്. എക്സാമിനർ, അതിന്റെ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയും നമുക്ക് എന്താണ്, നമ്മുടെ CBICയുടെ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ ആണ്. അത് ഗ്രൂപ്പ് B ആണ്. 18 to 30 ഇയേഴ്സ് ആണ് ഏജ് വരുന്നത്. പിന്നെ വരുന്ന അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ്. അത് നമുക്ക് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂല് വരുന്നതാണ് ഈ ഒരു അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. അത് ഗ്രൂപ്പ് B ആണ്. 18 to 30 ഇയേഴ്സ് ആണ് ഏജ് വരുന്നത്. പിന്നെ വരുന്ന സബ് ഇൻസ്പെക്ടർ, അത് ഗ്രൂപ്പ് B ആണ്. അത് നമ്മുടെ CBIയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ സബ് ഇൻസ്പെക്ടർ. അത് ഗ്രൂപ്പ് B ആണ്. 20 to 30 ഇയേഴ്സ് ആണ് അവിടുത്തെ ഏജ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പോസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇതാണ് കേട്ടോ, പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇത് ഇൻസ്പെക്ടർ ആണ്. ഗ്രൂപ്പ് B ആണ്. 18 to 30 ഇയേഴ്സ് ആണ് ഇവിടുത്തെയും ഏജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന് അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ, അതും ഗ്രൂപ്പ് B ആണ്. 18 to 30 ഇയേഴ്സ് ആണ് അവിടെ നമുക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പേ ലെവൽ, അതായത് 7 അകത്ത് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എന്താണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത് 44,900 to 1,42,400 ആണ്. അപ്പൊ ബേസിക് പേ 44 to 900 ആണ്. അപ്പൊ മാക്സിമം നമുക്ക് 140 to 400 ആണ് ഇവിടുത്തെ എന്താണ് സാലറി കാര്യങ്ങളും ഈ ഒരു പേ ലെവൽ 7 വരുന്ന ഈ ഒരു എന്താണ് പോസ്റ്റുകൾക്ക് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് പേ ലെവൽ 6 ആണ്. പേ ലെവൽ 6 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഗ്രൂപ്പ് C, അതായത് ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് അണ്ടറിൽ വരുന്നതാണ്. അതും നമുക്ക് പറയുമ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്. അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ നമുക്ക് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, മിനിസ്ട്രീസ്, ഓർഗനൈസേഷൻ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നമ്മുടെ CBICയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതെല്ലാം 18 to 30 ഇയേഴ്സ് ആണ് കേട്ടോ. പിന്നെ റിസർച്ച് അസിസ്റ്റന്റ് വരുന്നുണ്ട്. റിസർച്ച് അസിസ്റ്റന്റ് നമുക്ക് പ്രത്യേകം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. റിസർച്ച് അസിസ്റ്റന്റ് ആണ്. അത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്നതാണ് റിസർച്ച് അസിസ്റ്റന്റ്. അത് ഗ്രൂപ്പ് B 18 to 30 ഇയേഴ്സ് തന്നെയാണ്. പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ ആണ് കേട്ടോ. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ ആണ്. അത് നമ്മുടെ CAGയുടെ അണ്ടറിലാണ് വരുന്നത്. ഇത് CAGയുടെ അണ്ടറിലാണ് വരുന്നത്. ഇത് നമുക്ക് എന്താണ് ഗ്രൂപ്പ് B 18 to 30 ഇയേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് സബ് ഇൻസ്പെക്ടർ, നമ്മുടെ
NIA ഉണ്ടല്ലോ, അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതിന്റെ അണ്ടറിൽ വരുന്ന എന്താണ് SI ആണ്, സബ് ഇൻസ്പെക്ടർ ആണ്. അതും ഗ്രൂപ്പ് ബി 18 to 30 years ആണ്. നെക്സ്റ്റ് വരുമ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ബാർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ആണ്. ഓക്കെ, ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ നമുക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അണ്ടറിൽ വരുന്നതാണ്, നാർക്കോട്ടിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രൂപ്പ് ബി 18 to 30 years ആണ്. പിന്നെ വരുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്. ഇതിന് നമുക്ക് പ്രത്യേകം ക്വാളിഫിക്കേഷൻ ആണ്, നമുക്ക് നോക്കാം. അതും ഗ്രൂപ്പ് ബി 18 to 32 years ആണ്, 32 വയസ്സ് വരെ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഈ പറയുന്ന ഇത്രയും നമുക്ക് എന്താണ് പേ ലെവൽ 6 ആണ്. ഇനി പേ ലെവൽ 6ന്റെ സാലറി പറയുമ്പോൾ 35,400 to 112,400 ആണ്, 1,12,400 ആണ് വരുന്നത്. അതായത് 35,400 രൂപ തൊട്ട് നമുക്ക് 1,12,400 രൂപ വരെയാണ് ആ പേ സ്കെയിൽ വരുന്നത്. ഇനി നമുക്ക് പേ ലെവൽ 5 ആണ്. പേ ലെവൽ 5നകത്ത് ഓഡിറ്റർ വരുന്നുണ്ട്. ഓഡിറ്റർ തന്നെ നമുക്ക് ഒത്തിരി ഓഡിറ്റർ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് CAGയുടെ ആ ഒരു ഓഫീസിന് അണ്ടറിൽ വരുന്നതാണ്, CAGയുടെ വരുന്നതാണ്. അത് ഗ്രൂപ്പ് സി ആണ്. 18 to 27 years ആണ് അവിടുത്തെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ CAGയുടെ അണ്ടറിൽ വരുന്ന ഓഡിറ്റർ ഉണ്ട്, അതുപോലെ CGDAയുടെ അണ്ടറിൽ വരുന്ന ഓഡിറ്റർ ഉണ്ട്, പിന്നെ വേറെ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഓഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ വരുമ്പോഴത്തേക്ക് ജനറൽ അക്കൗണ്ട്സിന്റെ അണ്ടറിൽ വരുന്ന ഓഡിറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ്, ഇതെല്ലാം നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ CAGയുടെ അണ്ടറിലോ അതുപോലെ CGDAയുടെ അണ്ടറിലോ ഒക്കെ വരുന്നതാണ്. ഇതെല്ലാം 18 to 27 years ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സി ലെവലാണ് ഇവിടുത്തെ പോസ്റ്റുകൾ. ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 29,200 രൂപ തൊട്ട് 92,300 രൂപയാണ് ആ ഒരു പേ ലെവൽ, ആ ഒരു എന്താണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി നമുക്ക് പേ ലെവൽ 4 ആണ്. പേ ലെവൽ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി എന്താണ് പോസ്റ്റുകൾ വരുന്നത് വെച്ചാൽ നമ്മുടെ CHSലിനകത്ത് ഉണ്ടായിരുന്ന സോർട്ടിംഗ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് ഒക്കെ ഇപ്പൊ നമുക്ക് CGLലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റൽ അസിസ്റ്റന്റ് ആണെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് നമ്മുടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് അണ്ടറിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ വരുന്നതാണ്. അതും ഗ്രൂപ്പ് സി ആണ്. ഇത് ഈ പറയുന്ന എല്ലാം ഗ്രൂപ്പ് സി തന്നെയാണ്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, UDC, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ വരുന്നത് നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എന്തിന്റെയാണ് ഇപ്പോ സെയിം തന്നെയാണ്, നമ്മുടെ സെൻട്രൽ എന്താണ് ഗവൺമെന്റ് ഓഫീസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പറയുന്ന സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക്. ഗ്രൂപ്പ് സി 18 to 27 years ആണ്. പിന്നെ വരുന്നത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. അതും ഗ്രൂപ്പ് സി 18 to 27 ആണ്. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് സർവീസസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഡിഫൻസിന്റെ അണ്ടറിലൊക്കെയാണ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വരുന്നത്. പിന്നെ വരുന്ന ടാക്സ് അസിസ്റ്റന്റ് CBDTയും ടാക്സ് അസിസ്റ്റന്റ് CBIC ഇതുണ്ട്. CBDT CBICയുടെ അണ്ടറിൽ വരുന്ന ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട്. അതും നമുക്ക് പറയുന്ന സെയിം ഗ്രൂപ്പ് സി ആൻഡ് 18 to 27 ആണ് ഏജ് ലിമിറ്റ് വരിക. പിന്നെ സബ് ഇൻസ്പെക്ടർ നമ്മുടെ നാർക്കോട്ടിക്സിന്റെ അണ്ടറിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ, അതും ഗ്രൂപ്പ് സി 18 to 27 ആണ് നമുക്ക് ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 25,500 രൂപ തൊട്ട് 81,100 രൂപ വരെയാണ് പേ സ്കെയിലും കാര്യങ്ങളും വരിക. ഇനി എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ JSO നമ്മൾ എവിടെ നോക്കി, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിന് പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ മാത്തമെറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ. അതായത് ഡിഗ്രി ഏത് സബ്ജക്റ്റിൽ നിന്നും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 12th ലെവൽ, അതായത് 12ാം ക്ലാസ്സിൽ മാത്സിന് 60% അറ്റ്ലീസ്റ്റ് 60% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് അറ്റ് ഡിഗ്രി ലെവൽ. അപ്പോൾ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് JSO അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ഒരു 3 കാര്യങ്ങൾ അവർ സെപ്പറേറ്റ്ലി ചോദിക്കുന്നുണ്ട്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും സെയിം ബാച്ചിലർ ഡിഗ്രി മാത്രമേ പറയുന്നുള്ളൂ. ഈ 3 പോസ്റ്റുകൾക്ക് മാത്രമേ അവർ സെപ്പറേറ്റ് നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇടുന്നുള്ളൂ.
ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പേ ലെവൽ 7ലാണ് കേട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വരുന്നത്. അപ്പോൾ അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രേഡ് 2 ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വൺ ഓഫ് ദി സബ്ജക്ട് ഉണ്ടായിരിക്കണം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കുക ബാച്ചിലേഴ്സ് ഡിഗ്രി. അതുകൂടാതെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്ട് ഇൻ ഓൾ ദ 3 years or all the 6 semesters of the graduation course. അപ്പോൾ ഗ്രാജുവേഷൻ കോഴ്സ് സമയത്ത് എല്ലാ 3 വർഷ കോഴ്സ് ആണെങ്കിൽ ആ 3 വർഷവും ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 6 സെമസ്റ്ററുകളിൽ എന്താണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് 2 കാര്യങ്ങൾ ഉള്ളവർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അതിൽ സെപ്പറേറ്റ് ഒരു കോളം ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർച്ച് അസിസ്റ്റന്റിന്റെ കാര്യം. റിസർച്ച് അസിസ്റ്റന്റ് കണ്ടോ, റിസർച്ച് അസിസ്റ്റന്റ് NHRCയുടെ ഇതിലെ കീഴിലാണ് വരുന്നത്. അപ്പൊ അതിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കുക. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി ഒന്നുകിൽ ലോ ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക. ഹ്യൂമൻ റൈറ്റ്സിലോ അല്ലെങ്കിൽ ലോയ്ക്കോ ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് രണ്ടും ഡിസൈറബിളും എസെൻഷ്യലും ആണെന്ന് മസ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ റിസർച്ച് അസിസ്റ്റന്റ്. അപ്പൊ 3 കാര്യങ്ങളായി. 3 കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും അതർ പോസ്റ്റുകൾക്ക് എന്താണ് ഇക്വലന്റ് അല്ലെങ്കിൽ എന്താണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ പറയുന്ന ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ഇതിൽ നമുക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും പിന്നെ റിസർച്ച് അസിസ്റ്റന്റും അതുപോലെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രേഡ് 2 ഈ 3 പോസ്റ്റുകൾക്ക് മാത്രമേ ഉള്ള ഒരു സെപ്പറേറ്റ് ചോദിക്കുന്നത്. ബാക്കി കാണുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഒരൊറ്റ ആപ്ലിക്കേഷനകത്താണ് ഇതെല്ലാം പോകുന്നത് കേട്ടോ. അവർക്കെല്ലാവർക്കും നമുക്ക് ബാക്കി ബാച്ചിലർ ഡിഗ്രി മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ CGL ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന കറണ്ട് അഫെയർ, ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇന്റർഫേസ്. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിൻ്റെയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഓരോ പേജായിട്ട് ഓരോന്നും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് CGLന്റെ SSC CGLന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. Y340 ആണ് കൂപ്പൺ കോഡ്. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിന് റിഗാർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കാര്യമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.